കശ്മീർ മലനിരകളുടെ നാടാണെന്ന് നമുക്കറിയാം. ഹിമാലയത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ വലിയ കൊടുമുടികൾ, മഞ്ഞു മൂടി കിടക്കുന്ന ഭൂപ്രദേശങ്ങൾ, ഇവയിലൊക്കെ പലപ്പോഴും യാത്ര പോലും പ്രയാസമാണ്. അത്തരത്തിൽ ദുർഘടമായ കശ്മീരിൽ ഒരു പുതിയ റെയിൽവേ പാത പൂർത്തിയാക്കിയിരിക്കുന്നു. കശ്മീരിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്ന പദ്ധതിയുടെ ഭാഗമായി പൂർത്തിയാക്കിയതാണ്. കശ്മീരിലെ സംഗൽദാനിൽ നിന്നും റിയാസി ജില്ലയിലെ ഖത്രയിലേക്കാണ് 272 കിലോമീറ്റർ ദൂരമുള്ള റെയിൽവേ പാത പൂർത്തിയാക്കിയിരിക്കുന്നത്. 272 കിലോമീറ്റർ. 19ാം നൂറ്റാണ്ടിൽ കശ്മീരിന്റെ രാജാവായിരുന്ന പ്രതാപ് സിംഗിന്റെ സ്വപ്നത്തിൽ ഉണ്ടായ പദ്ധതിയാണ്. അതൊരിക്കലും തുടങ്ങിയിരുന്നില്ല. കശ്മീരിനെ രാജ്യത്തിന്റെ മറ്റു ഭാഗവുമായി റെയിൽവേയിലൂടെ ബന്ധിപ്പിക്കാനുള്ള ഒരു വലിയ സ്വപ്ന പദ്ധതിയായിരുന്നു. 83 മുതൽ മാറി മാറി സർക്കാരുകൾ ഇതിന് പദ്ധതി ഒരുക്കുകയും ഫണ്ട് അനുവദിക്കുകയും ചെയ്യുന്നു. എന്നാൽ 2017 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് ഇത് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. 5 വർഷം കൊണ്ട് ഈ 272 കിലോമീറ്റർ നീളുന്ന അസാധാരണമായ റെയിൽവേ പൂർത്തിയാക്കി. 922 പാലങ്ങളും 38 തുരങ്കങ്ങളുമുള്ള അസാധാരണമായ ഒരു മനുഷ്യനിർമ്മിത എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് ഈ റെയിൽവേ പാത. അതിൽ ചെനാബ് നദിക്ക് കുറുകെ ഒരു വലിയ പാലമുണ്ട്, ചെനാബ് പാലം. 1315 മീറ്റർ നീളവും 359 മീറ്റർ ഉയരവുമാണ് ഈ പാലത്തിനുള്ളത്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ചെനാബ് ബ്രിഡ്ജ്. ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. 46,000 കോടിയാണ് ഈ പാതയുടെ ചെലവ്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് ഇത് പൂർത്തിയാക്കിയത്. ഈ ചെനാബ് പാലമൊക്കെ കാണാൻ കഴിയുന്നത് തന്നെ അത്ഭുതമാണെന്നാണ് ഇതുവഴി പോയിട്ടുള്ളവർ പറഞ്ഞത്. അത്രയ്ക്കും വലിയൊരു എഞ്ചിനീയറിംഗ് അത്ഭുതം. ഇതോടുകൂടി കശ്മീരിലേക്കുള്ള ദൂരം കുറയുന്നു. കശ്മീരും മെയിൻലാൻഡ് ഇന്ത്യയും തമ്മിലുള്ള അടുപ്പം, കമ്മ്യൂണിക്കേഷൻ വർദ്ധിക്കുന്നു. അങ്ങനെ കശ്മീരിനെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ കഴിയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഖത്രയിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് ദിവസവും തീർത്ഥാടകർ എത്താറുണ്ട്. ഈ ഖത്രയിലേക്ക് പക്ഷേ റോഡ് ഗതാഗതം വഴി പോലും ആർക്കും പോകാൻ കഴിയുമായിരുന്നില്ല. ഒന്നുകിൽ ബോട്ടിലൂടെ പോകണം, അല്ലെങ്കിൽ കാൽനടയായി പോകണമെന്ന അവസ്ഥയായിരുന്നു. അത്ര ദുർഘടമായ വഴികളാണ്. റോഡ് പോലും ഇല്ല, അങ്ങോട്ട് റോഡില്ല. ഇത് മുഴുവൻ ഈ രണ്ട് വശവും മഞ്ഞു മൂടി കിടക്കുകയാണ്. ആർക്കും അങ്ങോട്ട് എത്താൻ കഴിയില്ല. ആളുകൾ കഷ്ടപ്പെട്ട് ബോട്ടിലൂടെയും കാൽനടയായും ഒക്കെ വളരെ കഷ്ടപ്പെട്ട് റിസ്ക് എടുത്താണ് വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരുന്നത്. ദിവസവും ആയിരക്കണക്കിന് ഭക്തർ എത്തുന്ന സ്ഥലമാണ്. അവിടേക്കാണ് ഇപ്പോൾ റെയിൽപാതം പൂർത്തിയാക്കി തുറന്നിരിക്കുന്നത്. അതും കേവലം 3 മണിക്കൂർ കൊണ്ട് എത്തുന്ന വന്ദേ ഭാരത് ട്രെയിനാണ് അനുവദിച്ചിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ട്രെയിൻ ഓരോ സമയത്ത് പോകുന്ന തരത്തിൽ അത് സെറ്റ് ചെയ്തിരിക്കുന്നു. ലോകത്തെ തന്നെ അത്ഭുതമായി മാറുകയാണ് കശ്മീരിലെ ഈ അടിസ്ഥാന സൗകര്യ വികസനം. ഇന്ത്യക്കും സാധിക്കാത്തതായി ഒന്നുമില്ല. കശ്മീരിനെ അവഗണിക്കുകയല്ല, ചേർത്ത് പിടിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വളർത്തുകയാണ് വേണ്ടത് എന്ന് ഒടുവിൽ ഒരു ഭരണകൂടത്തിന് മനസ്സിലായപ്പോൾ കശ്മീർ അടിമുടി മാറുന്നു. ലോകത്തിന് മുൻപിൽ തെളിമയോടുകൂടി നിൽക്കുന്നു. പാകിസ്ഥാൻ ഭീകരവാദത്തിന് പിന്നാലെ പോയി പട്ടിണിയിലാകുമ്പോൾ ഇന്ത്യ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് കശ്മീരിനെ പോലും ചേർത്ത് പിടിച്ച് ഏറ്റവും മനോഹരമായ നാടാക്കി മാറ്റുന്നു.